ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമുക്കൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ചെമ്മീൻ വൃത്തിയാക്കിയിട്ടെടുത്തു. നല്ല അധികം വലിയ വലിപ്പമില്ലാത്ത ചെമ്മീനാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിൽ നാരൊക്കെ കളയണം. നാരൊക്കെ കളഞ്ഞ ശേഷം ഞങ്ങൾ എപ്പോഴും ചെമ്മീൻ ഒരു കുക്ക് ചെയ്യാണ്ട് അല്ലെങ്കിൽ വേവിക്കാണ്ട് ഞങ്ങൾ കറിയിൽ ചേർക്കാറില്ല. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനൊരു പ്രഷർ കുക്കറിൽ ഈ ചെമ്മീനൊക്കെ ചേർത്തു. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം, ചെമ്മീനൊക്കെ വേവിക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം മതി. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പുളിവെള്ളം. ഞാൻ വാളൻ പുളിയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് കുടംപുളി ആയാലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഒരു വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഞാൻ 2 വിസിലെടുത്തു. പിന്നെ ഒരു പാനിൽ കറിവേപ്പില, പിന്നെ തേങ്ങാക്കൊത്ത്, ഇത് രണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. ഞങ്ങൾ സാധാരണ തേങ്ങാക്കൊത്തൊന്നും ചേർക്കാറില്ല ചെമ്മീനിലൊക്കെ. ആക്ച്വലി എവിടെയോ ഞാൻ വായിച്ചതാണ് ഈ റെസിപ്പി. ഞാൻ പലപ്പോഴും എൻ്റെ റെസിപ്പീസൊക്കെ ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ എപ്പോഴും ഫേസ്ബുക്കും യൂട്യൂബൊക്കെ കണ്ട റെസിപ്പീസാണ്. അല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഓത്തൻറ്റിക് കൊങ്കണി റെസിപ്പീസാണ് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുക. അപ്പോൾ ഇതൊന്ന് കുറച്ച് വഴഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി കീറിയത് അതും കൂടി ഇതിലേക്ക് ചേർത്തു. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തു. അതും കൂടി വഴറ്റി അതിൻ്റെ ഒരു റോ സ്മെല്ല് മാറണം, പച്ച ചുവയില്ലേ അത് മാറണം. ഇനി ചെറുതായി മുറിച്ചെടുത്ത് സ്ലൈസ് ചെയ്ത് എടുത്ത് ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർക്കണം. ഒരു കപ്പ് ഉള്ളിയാണ് എടുത്തത്. ആ ചെമ്മീൻ 1 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. വൃത്തിയാക്കുന്നതിന് മുൻപ് 1 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി ജസ്റ്റ് ഒന്ന് വാടി വരുന്നവരെ വഴറ്റണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി, ഞാൻ ഒരു ചെറിയ 2 തക്കാളിയാണ് എടുത്തത്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതൊന്ന് കുക്കായി വരുന്നവരെ ഇങ്ങനെ മിക്സ് ചെയ്യാം. അടിയിൽ പിടിക്കാതെ നോക്കണം. മീൻസ് വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. നമ്മൾ ഈ ചെമ്മീൻ കുക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഉപ്പ് ഇട്ടത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ആഡ് ചെയ്യാൻ. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തു. ഒരു 2 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. ഇതും കൂടി ആയി ഇതൊന്ന് എണ്ണയൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത ചെമ്മീനും കൂടി ചേർത്ത് ഈ ചെമ്മീൻ ഒന്ന് റെഡി ആവുന്നവരെ, ഡ്രൈ ആവുന്നവരെ കുക്ക് ചെയ്യാം. പെട്ടെന്ന് എടുത്ത വീഡിയോ ആയിരുന്നേ. ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്കൊരു ആവശ്യമായിട്ട് പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.